കാത് കേൾക്കാനുള്ളൊരു ഉപകരണമാണെന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, നാവുള്ളത് കൊണ്ട് സംസാരിച്ചു കൊള്ളണമെന്നില്ല, കണ്ണുള്ളത് കൊണ്ട് കണ്ടുകൊള്ളണമെന്നില്ല. കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, കാണിക്കുന്നവൻ അല്ലാഹുവാണ്. എന്തിനധികം പറയണം? അദ്ഹക വ അബ്കാ, ചിരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, കരയിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ആകയാൽ ഖബറിന്റെ സമീപത്ത് എന്ന് അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ് എന്ന് പറഞ്ഞാലും, അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും യാ അബീ എന്ന് ബാപ്പനെ വിളിച്ച് പറഞ്ഞാലും, ഹദീസിൽ വന്നതുപോലെ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിച്ചിട്ട് സലാം പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അത് അന്ധവിശ്വാസമല്ല, അതേ കേൾക്കാത്ത ആളുകളെ വിളിക്കുകയല്ല. ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ഇന്നഹു ലയസ്മഉ ഖർഅ നിആലിഹിം, നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറിലുള്ളവർ കേൾക്കുന്നു കേട്ടോ. ഖബറിലുള്ളവർക്ക് കേൾവിയുണ്ട്. എന്നാൽ എല്ലാവരുടെ കേൾവിയും ഒരുപോലെ അല്ലല്ലോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് സർവ്വ നിസ്കാരത്തിലും വിളിച്ച് സലാം പറയുന്നു. ഓ നബിയേ, അങ്ങേക്ക് സലാം. അത് എവിടെ വെച്ച് പറഞ്ഞാലും, എത്ര ആളുകൾ പറഞ്ഞാലും, അതേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ അവിടുന്ന് പറയാണ്, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫഅർദ് അലൈഹി സലാം. ആര് എവിടെ വെച്ച് എനിക്ക് സലാം പറഞ്ഞാലും എനിക്ക് ആ സലാം മടക്കാനുള്ള സംവിധാനം എൻ്റെ റബ്ബ് ചെയ്തു തന്നിട്ടുണ്ടാകും. അങ്ങനെ ഞാൻ നിങ്ങളെ സലാം മടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മൾ മൗലിദ് ഓതുന്ന സമയത്ത് യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും എന്ന് ചൊല്ലുമ്പോൾ മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സലാം മടക്കുന്നു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, രാവിലെ സുബ്ഹിന്റെ സമയത്ത് പാവപ്പെട്ട ഒരു ഉമ്മാമ നന്നായി തണുത്ത് വിറക്കുന്ന സമയം, അള്ളാഹുവിനെ സ്നേഹിച്ചും അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചും നിസ്കരിക്കാൻ എഴുന്നേറ്റ് വന്ന് അല്പം ചൂടുവെള്ളമെടുത്ത് അതാ വിറക്കുന്നുണ്ട്, ഒതുവെടുത്ത് അതാ ഖിബിലയിലേക്ക് തിരിഞ്ഞ് ആ ഉമ്മാമ നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയെ അങ്ങേക്ക് സലാം എന്നാ ഉമ്മാമ പറയുമ്പോ മദീനയിൽ വെച്ച് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നു, വഅലൈക്കിസ് സലാം, നിനക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് അവിടുന്ന് തിരിച്ചു പറയുന്നു. അതുപോലെ സലാം ചൊല്ലുന്നവരോടൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ, ഒരു തിരക്കിലും ഒരു നേരത്തെ നിസ്കാരവും ഖളായി പോകാൻ പാടില്ല. കാരണം നിസ്കാരം അല്ലാഹുമായുള്ള സംഭാഷണമാണെന്നതിൻ്റെ പുറമേ അവൻ്റെ ഹബീബിനെ വിളിച്ച് സലാം പറയുകയും കൂടി ചെയ്യുന്നൊരു കർമ്മമാണ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്, സലാം പറയൽ നിർബന്ധമുള്ള ഒരേ ഒരു വ്യക്തി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്.
മറ്റുള്ളവർക്ക് സലാം പറയൽ സുന്നത്ത് മാത്രമാണ്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം മടക്കൽ നിർബന്ധമാണ്. എന്നല്ലാതെ അങ്ങോട്ട് സലാം പറയൽ വുജൂബ് എന്ന ഒരു മസ്അല ഇല്ലല്ലോ. മിമ്പറിൽ കയറിയ ഖതീബ് പോലും സലാം പറയൽ നിർബന്ധമില്ല, സുന്നത്താണ്. അദ്ദേഹം വരുമ്പോൾ വഴിക്കുള്ളവർക്കും സലാം പറയുന്നത് സുന്നത്താണ്. വാളെടുത്ത് കൊടുക്കുന്ന മുക്രിക്കാക്കും അസ്സലാമു അലൈക്കും പറയുന്നത് സുന്നത്താണ്. പക്ഷെ ഒരു മസ്അല ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. മിമ്പറിൽ വെച്ച് സലാം ചൊല്ലുന്ന ഇമാമ് സലാം ചൊല്ലിയാൽ അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ മടക്കൽ സദസ്സിലുള്ളവർക്ക് നിർബന്ധമാണ്. ഒരാളെങ്കിലും അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ മടക്കിയിട്ടില്ലെങ്കിൽ പള്ളിയിൽ വന്ന മുഴുവൻ ആളുകളും കുറ്റക്കാരാണ്. ഒരാളെങ്കിലും ഉറക്ക വലൈക്കും സലാം മിമ്പറിൽ കേൾക്കുന്ന രൂപത്തിൽ മടക്കണം. ഏകദേശ പള്ളിയിലും വളരെ പതുക്കെ എല്ലാവരും മടക്കി ഒപ്പിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. എല്ലാവരും കുറ്റക്കാരാവും. സലാം പറഞ്ഞാൽ കേൾക്കുന്ന വിധത്തിൽ മടക്കണം. അത് ആര് എപ്പോ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ചിലരുണ്ടല്ലോ അസ്സലാമു അലൈക്കും പതുക്കെ അങ്ങോട്ട് കേൾക്കാത്ത രൂപത്തിൽ വലൈക്കും അസ്സലാം പറഞ്ഞു. എനിക്ക് സലാം പറഞ്ഞില്ല, ഞാൻ മടക്കുകയും ചെയ്തിന്. അങ്ങനെയാ പറ്റൂല. മറിച്ച് സലാം മടക്കുന്നത് കേൾക്കണം. ഇമാമിങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഒരാൾ ഓടിപ്പോകുമ്പോ സലാം പറഞ്ഞാല് കേൾപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടണോ എന്ന് വരെ ഇമാമികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം കേൾപ്പിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഏതായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുമ്പോൾ അത് സമീപത്ത് വെച്ചായിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേൾക്കുകയും മടക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഒരുപോലെയല്ലല്ലോ സുഹൃത്തുക്കളെ. ഇതുപോലെ ഹദീസിൽ നമുക്ക് കാണാം, ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഞാനൊരു സ്ഥലത്ത് ടെന്റ് കെട്ടിയുണ്ടാക്കി, അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫൈദാഹു ഖബറു ഇൻസാനിൻ, അതൊരു വ്യക്തിയുടെ ഖബറാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതേ യഖ്റഉ ഫീ സൂറത്ത് തബാറക, അദ്ദേഹം ഖബറിൽ നിന്ന് തബാറക സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖബറിൽ നിന്ന് പറയുന്നത് എങ്ങനെ ഇങ്ങോട്ട് കേൾക്കുക എന്ന് ചോദിച്ചോ? ഇല്ല, കാരണം എല്ലാവരെ കേൾവിയും ഒരുപോലെയല്ല. അത് സഹാബിയാണ്, അദ്ദേഹത്തിന് അല്ലാഹു തആല കറാമത്ത് മുഖേന ഖബറിലുള്ള ആ ഖുർആനോത്ത് കേൾപ്പിച്ചു കൊടുത്തതാണ്. അത് നബിതങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഖബറിൽ വെച്ച് കേൾക്കൂല, അത് അന്ധവിശ്വാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. കാരണം എല്ലാവരെ കേൾവിയും ഒരുപോലെയല്ല. മറിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താണ്? തിൽക്കൽ മുൻജിയത്തു തുൻജീഹി മിൻ അദാബിൽ ഖബരി, ആ സൂറത്ത് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അത് അദ്ദേഹം ഖബറിൽ വെച്ച് ഓതുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എല്ലാ മുഅ്മിനീങ്ങളോടും പറയട്ടെ, നമ്മൾ മഗ്രിബായി കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് തബാറക സൂറത്ത് ദിവസേന ഒന്നോതണം. അങ്ങനെ ഓതിയാൽ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖബറാളിയെ ഖബറിൽ വെച്ചാൽ, മരിച്ചവരകളെ ഖബറിൽ വെച്ചാൽ അവിടെ വെച്ചൊരു തബാറക സൂറത്ത് ഓതുന്നത് പുണ്യമുണ്ട്. ഖബറിൽ വെച്ചതിന് ശേഷം ഒരു തബാറക സൂറത്ത് ഓതുന്നത് പുണ്യമുണ്ട്. അത് പല ഇമാമികളും വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. സുഹൃത്തുക്കളെ, ഖബറിലുള്ളവർക്ക് കേൾക്കാൻ കഴിയും, ഖബറിലുള്ളവരെയും കേൾക്കാൻ കഴിയും. പക്ഷെ എല്ലാവർക്കും എല്ലാം കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഖബറകത്തുസ്താദെ കുറവാക്കി കണ്ടാരെ, ഖബറിങ്കൽ നിന്നിട്ട് നീക്കിച്ച് വെച്ചോവർ. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് സ്വന്തം ഉസ്താദിന്റെ കൈക്ക് അപകടമുള്ളതായി ഖബറിൽ ഉള്ള സംഗതി മേലെ നിന്ന് കാണാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു. അവിടെ വെച്ച് നീണ്ട പ്രാർത്ഥന നടത്തി അവിടുന്ന് ആ കൈ ശരിപ്പെടുത്തി കൊടുത്തു. പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൈ ശരിയാക്കി കൊടുത്തു. അതാണ് ഖബറകത്തുസ്താദെ കുറവാക്കി കണ്ടാരെ, ഖബറിങ്കൽ നിന്നിട്ട് നീക്കിച്ചി വെച്ചോവർ. ഹബീബ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതേപോലെ തന്നെ സംഭവം ഉണ്ടായല്ലോ. ഖബറിൽ കൊണ്ടുപോയി വെച്ച അവിടുത്തെ ശിഷ്യനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ പ്രയാസം അനുഭവപ്പെടുന്നത് അവിടുന്ന് കാണുകയും ഖബറിന്റെ സമീപത്ത് നിന്ന് തസ്ബീഹ് ചൊല്ലുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നീക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ തക്ബീർ ചൊല്ലി അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്തത് ഹദീസിലുണ്ടല്ലോ. അപ്പൊ ഖബറിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മഹാന്മാരായ ആളുകൾക്കും കാണാനും കേൾക്കാനും കഴിയും. കാരണം അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി കൊടുക്കുന്ന അതേ സംഗതി പലതും ഔലിയാക്കൾക്ക് കറാമത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഖബർ എന്ന് പറയുന്നത് എന്താണ്? ബൈത്തുൽ മുസ്ലിമിൽ മയ്യിത്ത്, മരിച്ചുപോയ മുസ്ലിമിന്റെ വീടാണ് ഖബർ. മരിച്ചുപോയ മുസ്ലിമിന്റെ വീടാണ് ഖബർ. അതുകൊണ്ട് തന്നെ ഖബർ ആദരിക്കപ്പെടണം. കാരണം മുസ്ലിമിനെ ഒരു മുസ്ലിമായ മനുഷ്യൻ വെറുക്കാൻ പാടില്ല. ആരെയും വെറുക്കാതെ എല്ലാവരെയും നന്നാക്കി എടുക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ പിന്നെ മുസ്ലിമിനെ വെറുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? പലപ്പോഴും ഈ മുസ്ലിമീങ്ങൾ തമ്മിലാണ് വെറുപ്പുണ്ടാകുക. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ പരസ്പരം യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ, പരസ്പരം ശക്തിപ്പെടുത്തണം എന്നാണ്. പക്ഷെ പലപ്പോഴും എല്ലാ കലാട്ടയും എല്ലാ കുഴപ്പവും മുസ്ലിമീങ്ങൾ തമ്മിൽ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഭിന്നിപ്പും പ്രശ്നങ്ങളും. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ, അദ്ദേഹത്തിന് വലിയ ആദരവുണ്ട്. മൊത്തം തന്നെ മനുഷ്യർക്ക് വലിയ ആദരവുണ്ട്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ ആദം സന്തതികളെ നമ്മൾ ബഹുമാനിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഡെഡ് ബോഡി നജസല്ല എന്ന് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്. മയ്യിത്ത് നജസല്ല. മയ്യിത്ത് നജസല്ല, മുസ്ലിമിന്റെ ഡെഡ് ബോഡിയും നജസല്ല, അമുസ്ലിമിന്റെ ഡെഡ് ബോഡിയും നജസല്ല. ഇസ്ലാമിൽ വർഗീയതയൊന്നുമില്ല. അതും മുസ്ലിമിന്റെ ഡെഡ് ബോഡി അതും നജസല്ല, അമുസ്ലിമിന്റെ ഡെഡ് ബോഡിയും നജസല്ല. അങ്ങനെയാണ് നിയമം. കാരണം മനുഷ്യന് അല്ലാഹു ബഹുമാനം നൽകിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ആ മനുഷ്യൻ ഈമാനുള്ള മനുഷ്യനാകുമ്പോൾ അവന്റെ ഖൽബ് ശുദ്ധിയായി, ഖൽബ് പ്രകാശിച്ചു, ഖൽബ് ശുദ്ധിയായി. ഖൽബ് ശുദ്ധി ഉണ്ടാവില്ല ഈമാൻ ഇല്ലാതിരുന്നാൽ. അതുകൊണ്ടാണ് ഇന്നമൽ മുശ്രികൂന നജസ് എന്ന് പറഞ്ഞത്. മുസ്ലിങ്ങൾ നജസാണെന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി നജസാണെന്നല്ല, അവരുടെ ആശയം അത് ശരിയില്ല, അത് മ്ലേച്ഛമാണ് എന്നാണ്. ഏതായിരുന്നാലും ശരി, അപ്പം മനുഷ്യന് തന്നെ സ്വന്തം ബഹുമാനമുണ്ട്. മനുഷ്യൻ എന്ന ആ വർഗത്തിന് തന്നെ വലിയ ബഹുമാനമുണ്ട്. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രകാശം ലഭിച്ചവനായാലോ, അല്ലാഹുവിന്റെ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിച്ചവരെ അവൻ വഴിതിരിക്കുമെന്ന് ഖുർആൻ. ആ പ്രകാശം എന്ന് പറയുന്നത് ഈമാനിന്റെ വെളിച്ചമാണ്. ആ ഈമാന് കിട്ടിയ മനുഷ്യനാകുമ്പോൾ അവന് വലിയ ബഹുമാനമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ താമസിക്കുന്ന വീട്, ആ വീടിന് മറ്റുള്ളവരെ വീട്ടിനേക്കാൾ ബഹുമാനമുണ്ട്. കാരണം ഈമാനിന്റെ ബഹുമാനമുണ്ട്. പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും അതുപോലെ നിങ്ങളുടെ സമ്പത്തും എല്ലാം പവിത്രതയുള്ളതാണ്. ആരും മറ്റൊരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല. അതേ മറ്റൊരുത്തന്റെ രക്തം അതേ ചീന്താൻ പാടില്ല. ആരെയും ആക്രമിക്കാൻ പാടില്ല. അങ്ങനെയല്ലേ ഇസ്ലാമിന്റെ നിയമം. അപ്പൊ ഈ ഖബറിൽ കിടക്കുന്ന മോമിനായ മനുഷ്യന് വലിയ ബഹുമാനമുണ്ട്. ആ ബഹുമാനാദരവിന്റെ ഭാഗമാണ് ഖബറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മയ്യിത്ത് കൊണ്ടുപോകുന്നു. ഇവിടെയൊക്കെ അങ്ങനെ തന്നെയല്ലേ? അല്ലേ? ഇപ്പൊ ഇങ്ങനെ വിചാരി, യൂട്യൂബിന്റെ കാലമാണ്.
ക്ലിപ്പ് വിടുന്ന കാലമാണ്. ഈ അടുത്ത് ഒരു മുസ്ലിയാരെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഉറക്കലായില്ല പറഞ്ഞുകൂടാന്നാണ്. ഉറക്കലായില്ല പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകണം എന്നാണ്. ബുജൈരിമി പോലുള്ള കിതാബുകളിൽ കാണാം, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റ് ഒരൽപ്പം ഉറക്കെ, വലിയ ശബ്ദത്തിൽ മൈക്ക് വെച്ച് പാടണമെന്നല്ല. ഉറക്കയും പതുക്കെയൊക്കെ അതിന് ചില പരിധി ഉണ്ടല്ലോ. ഇഖാമത്ത് പതുക്കെയാണ്, ബാങ്ക് ഉറക്കെയാണ് എന്നാണ് എൻ്റെ അർത്ഥം. എന്താ ഇഖാമത്ത് ആരും കേൾക്കണ്ടെന്നാ എന്നല്ലല്ലോ. അപ്പോ പതുക്കെ ചൊല്ലണം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കണ്ട എന്നതിനർത്ഥമില്ല. മറിച്ച് ചെറിയ ശബ്ദത്തിൽ ഒരു വലിയ ബഹളം വെക്കുന്ന ശൈലി വേണമെന്നില്ല, അങ്ങനെ വേണ്ട. അങ്ങനെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ഉറക്കത്തന്നെയാണ് മയ്യിത്തിൽ കൊണ്ടുപോകുമ്പോൾ ദിക്റ് ചൊല്ലാറ്. കാരണം ബുജൈരിമി പോലെയുള്ള കിതാബുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാം, മുസ്ലിമീങ്ങളെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ടുപോവുക എന്നത് പതിവാണ്. ഇനി അത് വേണ്ടാന്നൊരുത്തം പറഞ്ഞാൽ ആ മുസ്ലിമിന്റെ മയ്യിത്തിനെ നിസ്സാരപ്പെടുത്തലാവും. പിന്നെ കൊണ്ടുപോകുമ്പോൾ പിന്നെ എങ്ങനെ ഒരു മുസ്ലിമിന്റെ മയ്യിത്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ദിക്റൊന്നും ഇല്ലാതെ കൊണ്ടുപോകും. അതിനാൽ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ അല്പം ശബ്ദത്തിൽ തന്നെ ദിക്റ് ചൊല്ലി കൊണ്ടുപോകൽ നിർബന്ധമാണെന്ന് തന്നെ പറഞ്ഞാൽ അത് വിദൂരമല്ല എന്നാണ് ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ എന്നൊക്കെ ചില കിതാബിലുണ്ട്, അതൊക്കെ കണ്ട ആളാണ് ഈ ബുജൈരിമിയും ബർമാവിയും ഒക്കെ. അതൊന്നും കാണാത്ത ആളല്ല, അങ്ങനെ ആരും തിരിതിരിക്കരുത്. അപ്പൊ കണ്ടവർ തന്നെയാണ് അവർ. ആ പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ പറഞ്ഞത് മുസ്ലിമിന് ഒരു ബഹുമാനം നൽകലാണ് ദിക്റ് ചൊല്ലിക്കൊണ്ടുപോവുക എന്ന്. മയ്യിത്ത് കൊണ്ടുപോകുമ്പോ മയ്യിത്തിന്റെ മുന്നിലാണ് ആളുകൾ നടക്കേണ്ടത്. പലർക്കും അതിന് വലിയ മടിയാണ് മുന്നിൽ നടക്കാൻ. അങ്ങനെ മടിച്ചാൽ ശരിയാവും. ഞാൻ ഇന്നാളെ ഒരു ദിവസം ഒരു കാറിൽ, ഞാൻ സാധാരണ ബാക്കിലിരിക്കരുത്, അപ്പോൾ ഒരാളെ വണ്ടി കയറ്റാൻ ഞാൻ മുന്നിലിരുന്നു. അപ്പോൾ ഞങ്ങളെ മുന്നിലിരിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞു, ഡ്രൈവർ എത്ര കൊല്ലായി എൻ്റെ മുന്നിൽ ഇരുന്ന് വണ്ടി ഓടിക്കുന്നു. അപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഓരോരോ സ്ഥലത്ത് മുന്നിലിരിക്കണം, ബാക്കിലിരിക്കണം. മയ്യിത്ത് കൊണ്ടുപോകും, മയ്യിത്തിന്റെ മുന്നിലാണ്. മയ്യിത്തിനെ ബഹുമാനിക്കണം വിചാരിച്ചിട്ട് ബാക്കിലാകാൻ പോരുത്. മയ്യിത്തിന്റെ മുന്നിലാണ് നടക്കേണ്ടത് എന്നാണ് നമ്മുടെ ശാഫിഈ മദ്ഹബ്. നമ്മളൊക്കെ ശാഫിഈ മദ്ഹബ് പേരല്ലേ. മുന്നിലാണ് നടക്കേണ്ടത്. മുന്നിലാണ് എന്ന് പറഞ്ഞാൽ മയ്യിത്തങ്ങ് കൊടുത്തയച്ചിട്ട് മയ്യിത്ത് കുറെ കഴിഞ്ഞിട്ട് കൊണ്ടുവരാന്നല്ല. മുന്നിൽ ഇങ്ങനെ പോകുന്നു, അതോടുകൂടെ മയ്യിത്തിന്റെ സമീപത്തും ആളുണ്ട്. അങ്ങനെയാണ് മയ്യിത്ത് കൊണ്ടുപോകേണ്ടത്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ദിക്റും ചൊല്ലിയാണ് മയ്യിത്ത് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ മയ്യിത്ത് കൊണ്ടുപോയി ഖബറിൽ കൊണ്ടുപോയി വെച്ചാലാണ് മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുന്ന സമയമുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെ, എപ്പോഴാ? അത് മയ്യിത്ത് പൂർണ്ണമായി മറമാടിയതിന്റെ ശേഷമാണ്. ആ സമയത്ത് ഒരു സുന്നത്തുണ്ട്. ആ സുന്നത്താണ് തസ്ബീത്ത് ചൊല്ലുക എന്നത്. അതെപ്പോഴാ? പൂർണ്ണമായി മൂടിയതിന്റെ ശേഷം. പല സ്ഥലത്തും അത് ചെയ്യാറുള്ളത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. അതതിന്റെ പരിപൂർണ രൂപമല്ല. അങ്ങനെ ചെയ്താൽ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ ശരിയായ രൂപം പൂർണ്ണമായി മൂടിക്കഴിഞ്ഞിട്ടാണ് തസ്ബീത്ത് ചൊല്ലി കൊടുക്കേണ്ടത്. തസ്ബീത്ത് നമ്മളവിടെ ചെല്ലാറുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് ചോദ്യം വരുന്ന സമയത്ത് സ്ഥിരപ്പെട്ട നിലക്ക് മറുപടി പറയാൻ തൗഫീഖ് കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ദുആയാണത്. അത് നമ്മളെ നാട്ടിലൊക്കെ പല സ്ഥലത്തും അതിന് മുൻപന്തിയിൽ ഉണ്ടാകാറുള്ളത് സുന്നികളെക്കാൾ കൂടുതൽ സുന്നികളല്ലാത്തവരാണ്. തസ്ബീത്തുകളാണ്. അതിലേതെങ്കിലും ഒരു മൗലവി വന്ന് വേഗം അതങ്ങ് തുടങ്ങി. സുന്നി മൗലവി വരുന്നതിന് മുമ്പ് ഞാനിത് തുടങ്ങിപ്പോണമെന്നുള്ള നിർബന്ധമാണ് അവർക്ക്. എന്നിട്ട് ഒരാൾ ഇങ്ങനെ ചൊല്ലിയിട്ട് ബാക്കിയുള്ളവർ ചൊല്ലും. അപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കണം, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് ചൊല്ലിക്കൊടുക്കുകയും അപ്പൊ സഹാബത്തൊക്കെ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് ഏറ്റുപറയുകയും ചെയ്തതായി വല്ല ഹദീസിലും കാണിച്ചു തരാമോ എന്ന് ചോദിക്കണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനെ ഒരു ഹദീസ് കാണിച്ചു തരാൻ കഴിയില്ല. അങ്ങനെ ഒരു ഹദീസ് കാണിച്ചു തരാൻ കഴിയില്ല. പിന്നെ അവരെന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അവര് ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നുണ്ടല്ലോ. തസ്ബീത്ത് ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ചൊല്ലുന്നുണ്ടല്ലോ. നമുക്കതിനൊരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഈ പുത്തൻവാദികൾക്കൊരു വാദമുണ്ട്. പുത്തൻവാദികൾ എന്ന് പറഞ്ഞാൽ ഉറൂസ് ബിദഅത്താണെന്ന് പറയുന്ന കക്ഷികൾ. അവർക്കൊരു വാദമുണ്ട്. ഒരു വാദം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മാത്രം കോപ്പി അടിച്ച് ചെയ്യല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അവരുടെ വാദം.
ചെയ്താൽ ബിദ്അത്താവുന്നതാണ്. എന്നാൽ അവരെ തസ്ബീത്ത് ബിദ്അത്തിൽപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവർ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ല. അതേസമയത്ത് എന്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇസ്അലൂലഹു, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് തസ്ബീത്ത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ അങ്ങനെ ചെയ്തു കാണിച്ചതായി ഹദീസിൽ ഇല്ല. അതേപോലെ ഒരാൾ ചെയ്ത് അതിനെ പിന്തുടർന്ന് മറ്റുള്ളവർ ചെയ്തു, അങ്ങനെയും ഹദീസിൽ ഇല്ല. മറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് ചോദ്യം വരുന്ന സമയമാണ്, നിങ്ങൾ തസ്ബീത്ത് ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തിട്ടുണ്ട്, സഹാബിയാണ്. ഞാൻ മരിച്ചെന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾ മറമാടി കഴിഞ്ഞാൽ അതെ നിങ്ങൾ അഖീമു ഹൗല ഖബരി, എന്റെ ഖബറിന്റെ സമീപത്ത് നിങ്ങൾ നിൽക്കണം, നിങ്ങൾ പോയി കളയരുത്. ഒരൊട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം നുറുക്കി വിതരണം ചെയ്യുന്ന അത്രയും സമയം നിങ്ങൾ അവിടെ നിൽക്കണം. വേഗം മറമാടി നിങ്ങൾ പോയി കളയരുത് എന്ന് പറയുന്നുണ്ട്. ഒട്ടകത്തിനെ അറുത്തിട്ട് മാംസം നുറുക്കിയിട്ട് തന്നെ പഠിച്ചവനെ എത്ര മണിക്കൂർ വേണോന്ന് ഇങ്ങനെ ചിലർ ബേജാറാകുന്നുണ്ടാവും. അത് അറബികളെ നുറുക്കല. അറബികളെ നുറുക്കലെന്ന് വെച്ചാൽ ഒരൊറ്റ കൈയൊരു ഒറ്റ നുറുക്കലായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് നമ്മളെ ചെറിയ ചെറിയ കഷ്ണാക്കി നുറുക്കി അതിനർത്ഥം വെക്കണമെന്നില്ല. ഏതായിരുന്നാലും ശരി, ഏകദേശം ഒരു മണിക്കൂറോളം സമയം അവിടെ നിൽക്കണം. അതെന്തിനാണ്? സഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാൻ, നിങ്ങൾ അവിടെ നിന്നാൽ എനിക്ക് മനസ്സിന് വലിയ സമാധാനമാണ്. ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ മുഅ്മിനീങ്ങൾ ഖബറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് വലിയ റാഹത്ത് വരും. ഏതുപോലെ ആശുപത്രിയിൽ സർജറിക്ക് വേണ്ടി ഉള്ളിലേക്ക് കടത്തിയ ആ രോഗി അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് അതേ മക്കളൊക്കെ പുറത്തുണ്ട്, ഭാര്യ പുറത്തുണ്ട്, ഏട്ടനുണ്ട്, അനുജനുണ്ട്. സർജറിക്ക് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന് വലിയൊരു സമാധാനം ഉണ്ടാവും. നേരെ മറിച്ച് ഒറ്റക്ക് സർജറിയിലേക്ക് വേണ്ടി ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോ അയാളുടെ മനസ്സിന് വല്ലാത്ത ബേജാറുണ്ട്. ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന സംഗതിയാണ്. മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയാണ്, ഇതിന്റെ ഉള്ളിൽ മക്കൾക്ക് പ്രവേശനമില്ലല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ. പക്ഷേ അവിടെ പ്രവേശനമില്ല, ഖബറിലും പ്രവേശനമില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ പരിസരത്തുണ്ടാകുമ്പോൾ എനിക്ക് മനസ്സിന് വലിയ സമാധാനമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, അവിടെ നിന്നാൽ തന്നെ സമാധാനം കിട്ടുമെങ്കിൽ പിന്നെ ആ ചോദ്യത്തിന്റെ മറുപടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ വളരെ വലിയ സമാധാനമായില്ലേ? അതുകൊണ്ട് തസ്ബീത്തും സുന്നത്താണ്, തൽഖീനും സുന്നത്താണ്.